അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച. വനിതാ സംവരണ ബില്ലിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിൽ നിലവിലുള്ള അനുപാതം പാലിക്കുമെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇക്കാര്യത്തിൽ ഗ്യാരണ്ടി നൽകാം. ഒരു സംസ്ഥാനത്തോടും പക്ഷപാതമില്ല. വടക്കേ ഇന്ത്യയായും തെക്കേ ഇന്ത്യയായും രാജ്യത്തെ വിഘടിച്ചു കാണുന്നത് അനുവദിക്കില്ല. വനിതാ സംവരണ ബില്ല് ഈ കാലത്തിന്റെ അനിവാര്യതയാണ്. ബില്ല് ഇന്ന് പാസാക്കിയാൽ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിനു നൽകാം. തനിക്ക് ക്രെഡിറ്റ് വേണ്ടെന്നും മോദി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് വർധന ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മണ്ഡല പുനർനിർണയ നിയമം അനുസരിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ MPമാരുടെ എണ്ണം 129 നിന്ന് 195 ഉയരും. കേരളത്തിലെ MPമാരുടെ എണ്ണം 20 നിന്ന് 30 ആകും. തമിഴ്നാട്ടിലേത് 39 നിന്ന് 59 ആകും. കർണാടകയുടെ സീറ്റ് 28 നിന്ന് 42 ഉയരുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇറാൻ ഇനി ഒരിക്കലും അണ്വായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിരിക്കുന്നവ കൈമാറാനും ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 മാസം മുൻപ് വരെ വിസമ്മതിച്ചിരുന്ന പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറായി. ഇറാനുമായുള്ള തർക്കത്തിൽ ഒത്തുതീർപ്പിന് സാധ്യത തെളിഞ്ഞതായും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 25-നും SSLC ഫലം മെയ് 3-ാം വാരത്തിലും പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇന്നലെ ആരംഭിച്ച SSLC മൂല്യനിർണ്ണയം മെയ് 2 വരെ തുടരും. ഇലക്ഷനും മറ്റ് അവധികളും മൂലമാണ് മൂല്യനിർണ്ണയം വൈകിയത്. 4,17,417 വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു. യുദ്ധം മൂലം ഗൾഫിൽ പരീക്ഷ നടത്താനായില്ല. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 500 മാർക്കും നേടി അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനത്തെത്തി ദേവഗിരി CMI പബ്ലിക് സ്കൂളിലെ ഡാനിയൽ ജേക്കബ് ബാസ്റ്റിൻ. നല്ല മാർക്ക് നേടണമെന്നേ ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നും ഇത്രയും മികച്ച നേട്ടം പ്രതീക്ഷിച്ചില്ലെന്നും ഡാനിയൽ പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോഴിക്കോട് കുറ്റ്യാടി മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരമൊരുക്കിയില്ലെന്നാരോപിച്ച് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കൃത്യസമയത്ത് ഫോം 12 സമർപ്പിച്ചിട്ടും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കാത്തതിനാൽ വോട്ടവകാശം നഷ്ടപ്പെട്ടെന്നാണ് ഉദ്യോഗസ്ഥർ ഹർജിയിൽ പറയുന്നത്. 18 വയസ്സായി വിവാഹിതയായ തനിക്ക് മധ്യപ്രദേശ് പോലീസിന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് കുംഭമേള വൈറൽ താരം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന പരാതിയിലെടുത്ത പോക്സോ കേസിൽ മധ്യപ്രദേശ് പോലീസ് മൊഴി രേഖപ്പെടുത്താൻ കൊച്ചിയിലെത്തിയതിന് പിറകെയാണ് പെൺകുട്ടി കേരള പോലീസിന്റെ സംരക്ഷണം തേടിയത്. കേസിലെ പ്രതിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. സസ്യാധിഷ്ഠിതമാണെന്ന് അവകാശപ്പെടുന്ന കുപ്പികൾ ശബരിമലയിൽ വിൽക്കാൻ അനുമതി തേടിയ ഹർജി ഹൈക്കോടതി തള്ളി. ചോളം, കരിമ്പ്, മരച്ചീനി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതും പുനരുപയോഗിക്കാവുന്നതും മണ്ണിൽ ലയിക്കുന്നതുമായ കുപ്പികൾക്ക് അധികൃതർ അനുമതി നിഷേധിച്ചതിനെതിരെയായിരുന്നു ഹർജി. 100% സസ്യാധിഷ്ഠിതമാണെന്ന അവകാശവാദം ശരിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇടുക്കി വട്ടവടയിലെ ചിലന്തിയാർ ചെക്ക് ഡാം നിർമ്മാണ നടപടികൾ തടഞ്ഞ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. എതിർകക്ഷികൾക്കടക്കം നോട്ടീസും അയച്ചു. വട്ടവടയിലെ ചിലന്തിയാർ ചെക്ക് ഡാം നിർമ്മാണത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇടപെടുന്നതിനെതിരെ കേരളം ഇക്കഴിഞ്ഞ മാർച്ച് 25-നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. UDF പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
കാഞ്ഞങ്ങാട് 13-കാരനായ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. അജാനൂരിലെ അബ്ദുൾ റഹ്മാൻ പാണത്തൂരിന്റെ മകൻ മുഹമ്മദ് ജുബൈറിനാണ് സൂര്യാഘാതമേറ്റത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് സംഭവം. വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഴിഞ്ഞത്ത് ബാറിന് മുന്നിൽ തല്ലിക്കൊന്ന യുവാവിന്റെ വാരിയല്ല് ഒടിഞ്ഞ് ഉള്ളിലേക്ക് തറച്ചു കയറിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ട വിഴിഞ്ഞം സ്വദേശി സുമന് ആന്തരികമായി നിരവധി പരിക്കുകളുള്ളതായും നെഞ്ചിൽ രക്തസ്രാവമുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കോഴിക്കോട് ഈസ്റ്റ് മൂഴിക്കലിൽ 16-കാരിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇരുവരുടെയും ഫോണുകൾ കിണറ്റിൽ നിന്നും കണ്ടെത്തി. കൊല്ലപ്പെട്ട നസ്രീനയുടെ 2 ഫോണും ജീവനൊടുക്കിയ അദ്നാന്റെ 1 ഫോണുമാണ് കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരത്തിന്റെ പ്രാധാന്യവും ചർച്ച ചെയ്തുവെന്ന് മോദി എക്സിൽ കുറിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച ഉച്ചയോടെ ടാക്സി ചെയ്യുന്നതിനിടെ സ്പൈസ് ജെറ്റ് വിമാനത്തിന്റെ ചിറക് അവിടെ നിർത്തിയിട്ടിരുന്ന ആകാശ എയർ വിമാനത്തിൽ തട്ടിയാണ് അപകടമുണ്ടായത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. ഹരിയാനയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത 5 കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ നടപടി. ഷെല്ലി ചൌധരി, രേണു ബാല, മുഹമ്മദ് ഇല്യാസ്, മുഹമ്മദ് ഇസ്രായേൽ, ജർണൈൽ സിംഗ് എന്നിവരെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സ്ത്രീകളുടെ ചാമ്പ്യനാകാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് പ്രിയങ്ക ഗാന്ധി MP. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് പിറകെ സ്ത്രീകൾക്ക് വോട്ടുറപ്പാക്കിയതും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കിയതും കോൺഗ്രസ് ആണെന്ന് മണ്ഡല പുനർനിർണയ നിയമ ചർച്ചയ്ക്കിടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വനിതാ സംവരണ ബില്ലിലും മണ്ഡല പുനർനിർണയ ബില്ലിലും പിന്നാക്ക വിഭാഗങ്ങൾക്കും മുസ്ലിം സ്ത്രീകൾക്കും പ്രത്യേക സംവരണം വേണമെന്ന് ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. എന്നാൽ മത അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് അമിത്ഷാ മറുപടി നൽകി. വനിതാ സംവരണ ബില്ലിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബിജെപിക്ക് എത്ര സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ ഉണ്ടെന്ന് അഖിലേഷ് യാദവ്. ബിജെപി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് വനിതാ ബില്ലിനെ ഉപയോഗിക്കുന്നതെന്നും വിമർശിച്ചു. സമാജ്വാദി പാർട്ടി സ്ത്രീകൾക്ക് സംഘടനാപരമായ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിജയ് നായകനായ ജനനായകൻ സിനിമ ചോർന്ന സംഭവത്തിൽ മുഖ്യപ്രതിയടക്കം 3 പേർ പിടിയിൽ. ഫ്രീലാൻസ് എഡിറ്ററായ യുവാവാണ് കേസിലെ മുഖ്യപ്രതി. ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 6 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ 9 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. ശ്രീനഗറിൽ നടന്ന ഒരു പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ദേശീയ പതാകയുടെ നിറങ്ങളുള്ള റിബൺ മുറിക്കാൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിസമ്മതിച്ചു. ദേശീയ പതാകയോടുള്ള ആദരസൂചകമായി റിബൺ അഴിച്ചുമാറ്റി സൂക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. പെൺകുട്ടികൾ ഷോർട്സ് ധരിക്കരുതെന്ന വിവാദ നിർദ്ദേശവുമായി തിരുച്ചിറപ്പള്ളി തമിഴ്നാട് ദേശീയ നിയമ സർവകലാശാല വൈസ് ചാൻസലർ. അനുചിതമായ വസ്ത്രധാരണം ലൈംഗിക അതിക്രമത്തിന് വഴിവെക്കും, അധ്യാപകരുടെ ശ്രദ്ധ മാറുന്നതിന് കാരണമാകുമെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. ഇസ്രായേലും ലെബനനും 10 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കരാറുണ്ടാക്കിയത്. അതിർത്തിയിൽ ആഴ്ചകളായി തുടരുന്ന ഏറ്റുമുട്ടലുകൾ ഇതോടെ അവസാനിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കാതെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ. ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഇറാൻ ഇതടക്കമുള്ള 2 ഉപാധികൾ വെച്ചെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചയിൽ തീരുമാനമെടുക്കാൻ അമേരിക്കൻ സംഘത്തിന് അധികാരം നൽകണമെന്നതാണ് 2ാമത്തെ ഉപാധി. ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്ക സാമ്പത്തിക യുദ്ധമാക്കി മാറ്റി. അതിർത്തികളിൽ ബോംബുകൾ വർഷിക്കുന്നതിന് പകരം ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും കൊട്ടിയടച്ച് രാജ്യത്തെ ശ്വാസം മുട്ടിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം.
സാമ്പത്തിക യുദ്ധം ആരംഭിക്കുമെന്ന് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. അമേരിക്കൻ ടോർപിഡോ ആക്രമണത്തെ തുടർന്ന് തകർന്ന ഇറാൻ പടക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട 238-ലേറെ നാവികർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ഇറാൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് 1 മാസമായി ശ്രീലങ്കയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഇവർ. ഓർത്തഡോക്സ് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കെ യുക്രൈനിൽ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണം. 700-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ നേരിടാൻ സൌദിയിൽ പാകിസ്ഥാൻ ആർമിയുടെ 25ാമത് മെക്കനൈസ്ഡ് ഡിവിഷൻ ആരംഭിച്ചു. 2 ബ്രിഗേഡുകളുടെ സേനയും മറ്റ് സംവിധാനങ്ങളുമടക്കം ഏകദേശം 10,000 സൈനികരും ടാങ്കുകളും വിന്യസിക്കപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. യുകെയിൽ അഭയാർത്ഥി പദവി ലഭിക്കാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പൌരന്മാരെ ലക്ഷ്യമിട്ട് വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി BBC റിപ്പോർട്ട്. 1000-കണക്കിന് പൌണ്ട് ഈടാക്കിയാണ് ഈ സംഘം വ്യാജരേഖകൾ നൽകി പാകിസ്ഥാൻ ബംഗ്ലാദേശ് കുടിയേറ്റക്കാർക്ക് അഭയാർത്ഥി പട്ടം നൽകുന്നത്. IPLൽ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 4ാം തോൽവി. പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ 7 വിക്കറ്റിനാണ് മുംബൈ തോറ്റത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ മുംബൈ 6 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസാണ് നേടിയത്. ക്വിന്റൺ ഡി കോക്ക് 60 പന്തിൽ പുറത്താവാതെ 112 റൺസുമായി സെഞ്ചുറി നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് 16.3 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 39 പന്തിൽ പുറത്താവാതെ 80 റൺസ് നേടിയ പ്രഭ് സിമ്രാൻ സിംഗും 35 പന്തിൽ 66 റൺസ് നേടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും ചേർന്നാണ് പഞ്ചാബിനെ അനായാസം വിജയത്തിലേക്ക് നയിച്ചത്. ഇതുവരെ തോൽവി അറിയാത്ത പഞ്ചാബ് 9 പോയിന്റോടെ 1ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.